യേശുനാഥൻ വിധക്കാരന്റെ ഉപമ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി ചോദിക്കുകയാണ്, നീ ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. യേശുനാഥൻ ശിഷ്യരോട് മറുപടി പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഹൃദയം കഠിനമാക്കിയ വിശ്വാസമില്ലാത്തവർക്ക് നേരെ ചൊവ്വെ പറഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാകുകയില്ല. അവരുടെ കണ്ണുകളും കാതുകളും സത്യം തന്നെയായ യേശുവിനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. യെശയ്യായുടെ പ്രവചനം 6-ാം അധ്യായം 9-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് യെശയ്യോട് പറയുകയാണ്, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല, വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മനസ്സാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക എന്ന്. എന്നാൽ നിങ്ങളുടെ കണ്ണുകളും കാതുകളും ഭാഗ്യമുള്ളവ, അവ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെന്ന് യേശു ശിഷ്യരോട് പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും അവിടെ തന്നെയാണ് യഥാർത്ഥ രക്ഷകനായ മിശിഹായി എന്ന് തിരിച്ചറിയുവാനും നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഭാഗ്യം ലഭിക്കേണ്ടതിന് വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.